ഒരു ചരിത്ര പ്രാധാന്യമേറിയിട്ടുള്ള നിമിഷങ്ങൾ ഇവിടെ സംഭവിക്കാൻ പോവുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ എൻ്റെ പുറകിൽ കാണുന്ന സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ആ ഒരു അങ്കണത്തിൽ നടത്തപ്പെടും. ലോക നേതാക്കളൊക്കെ ഈ കൊച്ചു രാജ്യത്ത് വത്തിക്കാനിലേക്ക് ആഗോള കത്തോലിക്ക സഭയുടെ ആസ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതിനേക്കാളൊക്കെ ഉപരി നാം എടുത്തു പറയേണ്ടത് റോബിൻ ലിയോ ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ ഈ ജനങ്ങളുടെ വലിയൊരു പാർട്ടിസിപ്പേഷൻ നമ്മൾ രാവിലെ ഈ തത്സമയ റിപ്പോർട്ടിംഗ് ഒക്കെ ആരംഭിച്ചപ്പോൾ ഇവിടെയൊക്കെ വേക്കൻ്റായിട്ട് കിടക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാ വഴികളിൽ നിന്നും വത്തിക്കാൻ ചരിത്രത്തിലേക്കുള്ള എല്ലാ വഴികളിലും നിൽക്കുന്ന ജനങ്ങൾ ഇവിടേക്കിപ്പോൾ ഇതാ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നു. തണുപ്പുണ്ട്. ഈ പറയുന്നത് പോലെ രാവിലെ മുതൽ തന്നെ പുലർച്ചെ മുതൽ തന്നെ വത്തിക്കാൻ ചരിത്രത്തിലേക്കുള്ള എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ജനങ്ങളുണ്ട്. പക്ഷേ ആ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ തങ്ങൾ സ്നേഹിച്ച തങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് അവരിവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ കൂടെ പറയുന്ന ഒരു കാര്യം, യൂത്തിൻ്റെ പ്രാതിനിധ്യം, ടീനേജേഴ്സിൻ്റെ പ്രാതിനിധ്യം, കുട്ടികളുടെ പ്രാതിനിധ്യം ഈ ഒരു ചടങ്ങുകളെ വേറിട്ടതായി മാറ്റുന്നു. മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ പോലും അതൊന്നും അവർ വകവയ്ക്കുന്നില്ല. അവരുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുള്ളൂ, തങ്ങളെ സ്നേഹിക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട പാപ്പയ്ക്ക് അവസാനമായിട്ട് അന്തിമോപചാരം അർപ്പിക്കുക, പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുക. നമ്മൾ പറഞ്ഞതുപോലെ കർദിനാൾ ജിയോവാനി ബാറ്റിസ്റ്റയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടും. ഇന്നു മുതൽ 9 ദിവസത്തേക്ക് പാപ്പമാരുടെ മൃതസംസ്കാര ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട 9 ദിവസത്തെ ഒരു ചടങ്ങുകൾ പാരമ്പര്യമായിട്ട് ആഗോള കത്തോലിക്ക സഭയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടുത്തെ ചടങ്ങുകൾക്ക് ശേഷം ഇപ്പോൾ അവിടെ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന കാർമ്മികത്വം വഹിക്കുന്ന കർദിനാൾമാരും ഒപ്പം തന്നെ ബിഷപ്പുമാരും ഒക്കെ അവിടെ പ്രധാന ആൾക്കാരെയോട് ചേർന്ന് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമാണ്. നമുക്കറിയാം, ഈസ്റ്റർ ഞായറാഴ്ച ഫ്രാൻസിസ് മാർപ്പാപ്പ ആ മട്ടുപ്പാവിൽ നിന്നുകൊണ്ടാണ്, സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലെ ആ മട്ടുപ്പാവിൽ നിന്നുകൊണ്ടാണ് അവസാനമായി ഊർബിയത്തോർബി ആശീർവാദം ആഗോള കത്തോലിക്ക സഭയ്ക്കും ലോകം മുഴുവനും നൽകിയത്. അതിനുശേഷം അദ്ദേഹം വിടവാങ്ങുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആവശ്യപ്രകാരം ഒരു റേസിലായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കില്ല ആ ഒരു മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ഒരു പേടകം വയ്ക്കുക. നോർമലി തന്നെ ഒരു റേസിലായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ അല്ലാതെയായിരിക്കും അത് സ്ഥാപിക്കുക. അത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരമാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഒരു സുരക്ഷാ സംവിധാനം, ആയിരക്കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇവിടെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ലോക നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും പ്രാർത്ഥനയിലാണ്. ചിലരൊക്കെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ജപമാലകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥനാ ഗീതങ്ങൾ ആലപിക്കുന്നു, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സ്മരണകൾ പങ്കുവയ്ക്കുന്നു. തീർച്ചയായിട്ടും ഒരു വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ, ഹൃദയസ്പർശിയായിട്ടുള്ള നിമിഷങ്ങളിലൂടെ വത്തിക്കാൻ ചത്തുരവും ലോകം മുഴുവനും ആഗോള സഭയും കടന്നു പോവുകയാണ്. ലോകത്തിൻ്റെ കണ്ണുകൾ ഇപ്പോൾ ഈ ചത്തുരത്തിലേക്കാണ്, ഈ കുഞ്ഞു രാജ്യത്തിൻ്റെ ഈ ചത്തുരത്തിലേക്കാണ്. ലോകത്തിൻ്റെ കണ്ണും കാതും ഇവിടേക്ക് എത്തി നിൽക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല, നിലപാടുകളുടെ പേരിൽ ശ്രദ്ധേയനായിട്ടുള്ള, പാവങ്ങളോടുള്ള കരുണയുടെ പേരിൽ ശ്രദ്ധേയനായിട്ടുള്ള, പാവങ്ങളോടുള്ള കരുതലിൻ്റെ പേരിൽ ശ്രദ്ധേയനായിട്ടുള്ള ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനും മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും അത് നോക്കിക്കാണുവാനുമാണ് ലോകത്തിൻ്റെ കണ്ണും കാതും ഇപ്പോൾ ഇത് വത്തിക്കാൻ ചത്തുരത്തിലേക്ക് എത്തി നിൽക്കുന്നത്.